10ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ടോങ്കർക്ക് മാസമുട്ടിനെ വിളിക്കാണ്. എൻ്റെ അമ്മയുടെ ഒപ്പം ഉള്ള ഫുഡ് ഡേറ്റിന് നീയും വന്നുവെന്ന് പറയുന്നുണ്ട്. മാസമുട്ട് പറയുന്നുണ്ട് അത് നിൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഡേറ്റാണ്, നീ ഒറ്റക്ക് പോയാൽ മതി, എന്നിട്ട് എന്നോട് വന്ന് കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ടോങ്കർക്ക് തിരിച്ചെത്തുന്നുണ്ട്. മാസമുട്ടിനോട് പറയുന്നുണ്ട് കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു, അത് മാത്രമല്ല അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാസമുട്ടിനെയും കൊണ്ടുവരണമെന്നുള്ള കാര്യം. അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. നീ എൻ്റെ ലൈഫിലുള്ളതുകൊണ്ടാണ് ഇത്ര ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. മാസമുട്ടാണെങ്കിൽ അവൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആ ക്ലിപ്പ് അവൻ്റെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇത് എത്ര എണ്ണമാണുള്ളത്, ഇത് നീ എനിക്ക് സെല്ല് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇത് ലോകത്ത് ഒരെണ്ണമുള്ളൂ, അത് നിനക്ക് മാത്രമുള്ള ഒരു ഡിസൈനിലും പാറ്റേണിലും, ഇനി ഇത് വേറെ ആർക്കും കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്തിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയാനായിട്ട് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ടോങ്കർക്കിനെ ദേഷ്യം വന്നിട്ട് നീ ആ കാര്യം എന്നോട് പറയണ്ട, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല, കാരണം എനിക്ക് ലവിലൊട്ടും വിശ്വാസമല്ല, എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും ഫെയിലാണ് ലവിലായേക്കണേന്ന് പറഞ്ഞിട്ട് ടോങ്കർക്ക് അവിടെ നിന്ന് ഓടാണ്. മാസമുട്ട് പുറകെ ചെല്ലുന്നുണ്ട്. നീ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ പണ്ടത്തെ പോലെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം, എഗ്രിമെൻറ്റിൽ ഞാൻ നിന്നോളാം, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല, നീ എന്നോട് ഇഷ്ടമൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാസമുട്ടിന് ഇതെല്ലാം കണ്ടിട്ട് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. പണ്ട് ടോങ്കർക്ക് ചെയ്ത പോലെ ടോങ്കർക്കിന് എന്നെ പൈസ ഇട്ട് കൊടുക്കാണ്, ചോദിക്കുന്നുണ്ട് 7000 വെച്ച് മതിയോന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പൈസ അവൻ്റെ ഫോണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ ടോങ്കർക്ക് ഇങ്ങനെ ചെയ്തതാണ് അവന് ഓർമ്മ വരുന്നത്. അത് എത്രത്തോളം അവൻ്റെ ഫീലിങ്സിനെ ഹെർട്ട് ചെയ്തെന്ന് ഇപ്പോഴാണ് ടോങ്കർക്കിന് മനസ്സിലായത്. കുറേ പൈസ ആകുമ്പോൾ ടോങ്കർക്ക് മാസമുട്ടിൻ്റെ ഫോൺ മേടിച്ച് വെച്ചിട്ട് ചോദിക്കും നീ എന്താണ് ഈ കാണിക്കുന്നത്, നിനക്ക് ബോധമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. എത്ര ലക്ഷം രൂപയാണ് നിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ നിനക്ക് പേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ലവിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കൊടുത്ത ക്ലിപ്പ് കയ്യിൽ നിന്ന് ഊരിക്കളയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇന്ന് തന്നെ പൊക്കോളണം, എനിക്ക് നിൻ്റെ അടുത്ത് വേറൊരു രീതിയിലുള്ള ഫീലിങ്സ് ഇല്ല, നിനക്ക് ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ മാത്രം നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ക്ലിപ്പ് എടുത്ത് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ ഒരിക്കലും തിരിച്ചു മേടിക്കത്തില്ല, കാരണം എൻ്റെ ഫീലിങ്സ് ഒന്നും ബാക്കിലേക്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇത് നീ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ടോങ്കർക്കിനെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മാസമുട്ട് താഴെ പോയി അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തോരം നേരം വെയിറ്റ് ചെയ്തിട്ടും അവൻ പൊക്കത്തൊന്നും വരുന്നില്ല. അവന് മാസമുട്ടിനെ കാണണ്ടെന്നുള്ള രീതിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. മാസമുട്ടാണെങ്കിൽ അവൻ്റെ തിങ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് നാട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ PV ആണെങ്കിൽ മൂക്കിനെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യാണ്. മൂക്ക് നല്ല രീതിക്ക് സന്തോഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ PV ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന്. മാസമുട്ടിൻ്റെ കാര്യം അറിയിച്ചിട്ടാണ് അവൻ എന്തൊരു ലവബിൾ ക്യാരക്ടറാണ്, ഞാൻ ആദ്യം അവനെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്, പക്ഷെ എനിക്കിപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയാണ്. അങ്ങോട്ട് നമ്മുടെ മാസമുട്ട് ചെല്ലുന്നുണ്ട്. നമ്മുടെ മൂക്ക് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിലിട്ട് പോകാൻ പോവുകയാണ്, ടോങ്കർക്കിന് എന്നെ ഇഷ്ടമൊന്നുമല്ല, എൻ്റെ ഫീലിങ്സ് വെറുതെ അവനിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മൂക്ക് പറയുന്നുണ്ട് നീ ഒന്നും കൂടി ട്രൈ ചെയ്യ്, ഗിവ് അപ്പ് ചെയ്യൽ ഇത്ര നേരത്തെ എന്ന് പറയുമ്പോഴേക്കും ഇതെൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് എന്നോട് പോകുന്നുണ്ട്. അവൻ കാണാൻ പോകുന്നത് മായൻ്റെ അമ്മേനെയാണ്. അപ്പം നമ്മുടെ മായ പറയുന്നുണ്ട് അങ്കിളിലോ എന്താണ് ഇത്ര ഭയങ്കരമായിട്ട് വൈകിയത്, അത് മാത്രമല്ല എന്തിനാണ് ഞങ്ങളെ കാണാൻ വിളിച്ചതെന്ന് നമ്മുടെ ടോങ്കർക്കിൻ്റെ ചേച്ചി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മായ പറയാണ് അതെന്നെ കാണാനായിട്ട് വന്നതാണ്, കാരണം അങ്കിള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡ്രസ്സായിട്ട് മേടിച്ചു തരാമെന്ന്. അപ്പോൾ മായയുടെ അമ്മ പറയാണ് അത് മാത്രമല്ല എല്ലാ ഗ്രേഡിനും ഫുൾ മാർക്ക് മേടിക്കണമെന്നും മാസമുട്ട് പറഞ്ഞിട്ടുണ്ട്, നിനക്കാണെങ്കിൽ 8 എന്നുള്ളൊരു നമ്പർ മാത്രമാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ മാസമുട്ട് നമ്മുടെ ടോങ്കർക്ക് 8 എന്നുള്ള നമ്പർ നേരത്തെ പറഞ്ഞല്ലോ നിനക്ക് ഞാൻ തരുന്നത്, ആ കാര്യം ആലോചിച്ച് കരയാണ്. കാരണം നമ്മുടെ ടോങ്കർക്കിന് ഏറ്റവും ഇഷ്ടം നമ്പറാണ് 8, അവന് ഏറ്റവും
ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നതും അത് തന്നെയാണ്. നമ്മുടെ PV അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ കിടന്ന് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോങ്കർക്ക് പറയുന്നുണ്ട്, എന്തൊക്കെ നോൺസെൻസ് ആണ് നീ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് പറയുന്നത്. എനിക്ക് അവനോട് ഇഷ്ടമൊന്നുമല്ല, അവൻ തന്ന ഈ ക്ലിപ്പ് ഞാൻ കളയാൻ പോവാന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് ബിന്നിൽ ഇടുന്നുണ്ട്. ഇത് ഇവിടെ വെച്ചാണ് അവസാനിപ്പിക്കുന്നത് നല്ലതെന്നും നമ്മുടെ ടോങ്കർക്ക് പറയുന്നുണ്ട്. നാട്ടിലെത്തിയ മാസമട്ടിനോട് നമ്മുടെ പ്ലംബോ എന്ന് പറയുന്നുണ്ട്, നീ എന്താ എത്ര വേഗം തിരിച്ചു വന്നത്, എന്ത് പറ്റിയോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാസമുട്ട് ചോദിക്കുന്നത്, ഇവിടെ ഏതാണ് നല്ല ടാറ്റു അടിക്കുന്ന ആർട്ടിസ്റ്റ്, എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലംബിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ടോങ്കർക്കാണെങ്കിൽ 5 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ സ്റ്റോറീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. PV മുക്കുത് കാണുന്നുണ്ട്. PV ചോദിക്കുന്നുണ്ട്, എത്ര ദിവസം ഇത് തുടങ്ങിയിട്ടെന്ന്. അപ്പോൾ നമ്മുടെ മൂക്ക് പറയാണ്, 5 ദിവസമായി. സ്റ്റോറി എഴുതും, അത് ഡിലീറ്റ് ചെയ്യും, ഇത് തന്നെയാണ് പണി. ഇടയ്ക്ക് പാസിറ്റീവിനിട്ട് നോക്കും, ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോങ്കർക്കിൻ്റെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് പ്രഷർ ചെയ്യാണ്, വർക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നുണ്ട്, എനിക്ക് വർക്ക് ചെയ്യാനിപ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വേസ്റ്റ് ബിന്നിൽ നോക്കുമ്പോഴേക്കും അത് ഫുള്ളും ക്ലിയർ ആയിട്ടിട്ടുണ്ടാവും. ഓടി താഴെ മൂക്കിനോട് എന്ന് ചോദിക്കുന്നുണ്ട്. വേസ്റ്റ് ബിന്നിൽ വേസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അതാണെങ്കിൽ ഞാനെടുത്ത് ഡാഷ് ബോക്സിലിട്ടു, അത് പിന്നെ ചെയ്യാനായിട്ട് ആൾക്കാരിപ്പോൾ വന്നിട്ടുണ്ടാവും, വേഗം നിന്ന് നോക്കിയാൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ അങ്ങോട്ട് ഓടിയിട്ട് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ഉള്ളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരിക്കും. അപ്പോഴേക്കും ആ വണ്ടി വന്ന് വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും. ഇവരാണെങ്കിൽ നമ്മുടെ മാസമുട്ടിൻ്റെ ഒപ്പമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെയാണ് അപ്പോൾ ഓർമ്മ വന്നത്. മാസമുട്ട് അത് അവന് കെട്ടിക്കൊടുത്തത് ഈ ലോകത്ത് ഈ ഒറ്റ പാറ്റേനുള്ളൂ എന്ന് പറഞ്ഞതും അവനോട് ഇഷ്ടമെന്നുള്ള കാര്യം കൺവിൻസ് ചെയ്തതൊക്കെയാണ് അവന് ഓർമ്മ വന്നത്. വണ്ടിയുടെ പുറകെ കുറേ ഓടുന്നുണ്ടെങ്കിലും ആ വണ്ടി അവിടെയൊന്നും നിർത്തുന്നില്ല. അങ്ങനെ നമ്മുടെ ടോങ്കർക്ക് റോട്ടിലിരുന്ന് കരയാണ്, നീ എന്നെ വിട്ടിട്ട് പോകരുത്, എൻ്റെ കൂടെ നീ എപ്പോഴും വേണം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എൻ്റെ അടുത്തേക്ക് തിരിച്ചു ആ മാസമുട്ടെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്ന് കരയുന്നത്. തിരിച്ചവൻ വീട്ടിലെത്തുമ്പോഴേക്കും PV ചോദിക്കുന്നുണ്ട്, ഇതാണ് നീ നോക്കുന്ന ആ ക്ലിപ്പെന്ന്. അപ്പോഴേക്കും പറയുന്നുണ്ട്, അതെൻ്റെയാണ്, എനിക്ക് തിരിച്ചു തരാൻ പറയുമ്പോൾ, ഇല്ല ഇത് ഞാൻ നിനക്ക് തിരിച്ചു തരില്ല, കാരണം നീ ഇത് ഒരു പ്രാവശ്യം കളഞ്ഞതാണ്, പിന്നെ എന്തിനാണ് ഞാൻ നിനക്കിത് തിരിച്ചു തരേണ്ടത്, നിനക്ക് അവനോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ നീ അത് കൺഫസ് ചെയ്യുക, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ലവിൽ ലോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോഴേക്കും നമ്മുടെ PV അറിയുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ കാര്യം നീ ചിന്തിക്കണ്ട, നിൻ്റെ ലൈഫ് എങ്ങനെയാണോ അത് മാത്രം നീ ചിന്തിച്ചാൽ മതി, ചിലപ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്ന പ്രേമം സക്സസ് ആയാലോ, മാസമുട്ട് എന്തോരം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ മാസമുട്ടാണെങ്കിൽ നാട്ടിലെത്തുമ്പോൾ നമ്മുടെ തല്ലുപിടിക്കുന്ന ആൻറ്റി എപ്പോഴും തല്ലുപിടിക്കുന്നുണ്ട്, വയ്ക്കുന്നുണ്ട്, നീ എവിടെ പോയി, നീ മരിച്ചോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. മാസമുട്ട് അങ്ങനെ അവൻ്റെ വർക്കിന് പോവാണ്. അവന് ഓൾറെഡി ടാറ്റു ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ ടോങ്കർക്ക് വരികയാണ്. ടോങ്കർക്ക് വന്നിട്ടാണെങ്കിൽ മാസമുട്ടിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വഴി പ്ലംബ് പോകുന്നുണ്ട്. പ്ലംബ് ഇവനെ കാണുമ്പോൾ തന്നെ, ഹായ് ഹാൻസം ബ്രോ, എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്ലംബിനെ കാണുമ്പോൾ തന്നെ ടോങ്കറിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവൻ വഴി അറിഞ്ഞ് മാസമുട്ട് എവിടെയെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലാണ്. ബീച്ച് സൈഡിൽ നമ്മുടെ മാസമുട്ട് അങ്ങനെ കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ടോങ്കർക്ക് ചെല്ലുന്നുണ്ട്. ടോങ്കർക്കിനെ കാണുമ്പോൾ തന്നെ മാസമുട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇനിയും എൻ്റെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നേക്കുന്നത്, നീ ഓൾറെഡി എന്നെ ഡംപ് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് പിന്നെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ടോങ്കർക്കിനാണെങ്കിൽ ഒന്നും ഉണ്ടാൻ പറ്റുന്നില്ല. ഈ ക്ലിപ്പ് എൻ്റെ കയ്യിലൊന്ന് തിരിച്ചിട്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാസമുട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിനക്കറിയോ, നീ എന്താണ് വിചാരിച്ചത്, പൈസക്ക് വേണ്ടിയിട്ട് എന്നെ വിലക്കെടുക്കാൻ പറ്റുമെന്നോ, ഇനി നിൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ഞാൻ ഫ്രീ അല്ല, ഞാൻ അതിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം മേടിച്ചിട്ട് വലിച്ചെറിയുന്ന പോലെ കാണിച്ചിട്ട് പിന്നെ അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. നീ തന്നെ ഇത് വെച്ചോളാൻ പറയുന്നുണ്ട്. നമ്മുടെ ടോങ്കർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുകയാണ്. അവൻ PVനെ വിളിച്ച് കരയുന്നുണ്ട്, എൻ്റെ അമ്മയും ചേച്ചിയെല്ലാം ലവ് ലോസ്റ്റ്
ഇഷ്ടമാണ്, അതേപോലെ ഞാനും ആവുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന്. അവൻ മഹസമുട്ടിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ മഹസമുട്ടാണെങ്കിൽ നിന്നു കൊടുക്കുന്നില്ല, അവനോട് പോകാനാണ് പറയുന്നത്. ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടോങ്കർക്കും ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട്. മഹസമുട്ട് അവനെ പറ്റി ആലോചിക്കുന്നുണ്ട്. സ്വയം പറയുന്നുണ്ട്, ഞാനെന്ത് ഇഡിയറ്റാണ്, ഞാനെന്തിനാണ് അവനെ പറ്റി ആലോചിക്കുന്നതെന്ന്. നമ്മുടെ പ്ലം വന്നിട്ട് പറയാണ്, നമ്മുടെ ആൻസം പ്രോ ഇല്ലേ, അവൻ അവസാനമായിട്ട് നിന്നോടെന്തോ പറയണം, ഈ ഫേവർ മാത്രം ചെയ്യണം പറഞ്ഞിട്ടുണ്ട്, ഇനി അവൻ നിന്റെ വഴിക്കൊന്നും വരത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മാസമിട്ട് അവിടെ ചെല്ലുമ്പോൾ അവനെ കാണുന്നില്ല, പകരം ഒരു റേഡിയോ ക്ലിപ്പ് മാത്രമാണ് അവിടെ കാണുന്നത്. അവനത് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെയാണ് അവൻ പറയുന്നത്, ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു, എനിക്ക് നിന്നോട് ശരിക്കും ഫീലിങ്സ് ഉണ്ടായിട്ട് ഞാനത് മറച്ചു വെച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് നഷ്ടമാവുമെന്നുള്ള പേടിയാണ്. എൻ്റെ ചേച്ചിയായാലും അമ്മയായാലും അവർ സ്നേഹിച്ച വ്യക്തി അവർ ചതിച്ചിട്ടുള്ളൂ. നീ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ജീവിതസാനം വരെ ഉണ്ടാവുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ടോങ്കർക്കുള്ള സ്ഥലത്തേക്ക് മാസമിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ടോങ്കർക്ക് പറയുന്നുണ്ട്, ശരിക്കും എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഹാർട്ട് ഹേർട്ട് ചെയ്തതിന് എന്നോട് ക്ഷമിക്കണോ എന്നൊക്കെ പറഞ്ഞ് കുറേ സോറി ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ കിസ് ചെയ്യുന്നുണ്ട്. അവരെ ലവ് അവിടെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് റൂമിൽ അവർ കിടക്കാണ്. പറയുന്നുണ്ട്, നീ എന്തിനാണ് ഈ ടാറ്റു ചെയ്തതെന്ന് നോക്കുമ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിനെ 8 എന്നുള്ള നമ്പർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ടോങ്കർക്ക് പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് പോകണ്ടേന്ന് നോക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്നും വരത്തില്ല, കാരണം ഇതാണ് എൻ്റെ വീട്, ഇവിടെ വിട്ടിട്ട് ഞാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ ടോങ്കർക്ക് പറയുന്നുണ്ട്, ഞാനൊരു റൈറ്റർ ആയതുകൊണ്ട് എനിക്ക് എവിടെ ഇരുന്നും ജോലി ചെയ്യാം, 6 മാസം ഇവിടെയും 6 മാസം ബാങ്കോക്കിൽ നിൽക്കാന്നാണ് പറയുന്നത്. അങ്ങനെ മാസം വിട്ടിരിക്കുമ്പോൾ നമ്മൾ ടോങ്കർക്ക് ഒരു പേപ്പറായിട്ടാണ് വന്നത്. വീണ്ടും അഗ്രിമെൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനിവിടെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയെന്ന് പറയുന്നുണ്ട്. നീ എന്നോട് ദേഷ്യപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് നിന്നോട് ദേഷ്യപ്പെടുക, നീ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.